നമസ്കാരം. റഷ്യയുടെ ആണവ നയ പരിഷ്കരണവും അതേ തുടർന്ന് വന്നിരിക്കുന്ന ഭീഷണികളും സ്ഥിതിഗതികളും ഇപ്പോൾ ലോക വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആണവായുധങ്ങൾ കൈവശമുള്ള ഭൂരിഭാഗം രാജ്യങ്ങൾക്കും ഇത്തരത്തിലുള്ള ആണവ നയം അഥവാ ന്യൂക്ലിയർ ഡോക്ട്രെയിൻ ഉണ്ട്. എങ്ങനെയുള്ള സമയത്താണ് അല്ലെങ്കിൽ സാഹചര്യങ്ങളിലാണ് തങ്ങളുടെ കൈവശമുള്ള ആണവായുധങ്ങൾ ഉപയോഗിക്കുക എന്ന് സൂചിപ്പിക്കുന്ന രേഖയാണ് ആണവ നയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകത്ത് ഇതുവരെ അമേരിക്ക, റഷ്യ, UK, ഫ്രാൻസ്, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, നോർത്ത് കൊറിയ എന്നീ രാജ്യങ്ങളാണ് തങ്ങളുടെ കൈവശം ആണവായുധ ശേഖരമുണ്ടെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒരു പ്രതിരോധ മാർഗം എന്ന നിലയിലാണ് പൊതുവെ ഇത്തരം രാജ്യങ്ങൾ ഏറെയും ആണവായുധ ശേഖരം കൈവശം വെച്ചിരിക്കുന്നത്. എന്നാൽ ആണവായുധ ശേഖരം ഉള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് ശത്രു രാജ്യത്തെ ലക്ഷ്യസ്ഥാനത്ത് പ്രയോഗിക്കാനുള്ള കൃത്യമായ സംവിധാനങ്ങളും അതോടൊപ്പം സ്വന്തമായി ഉണ്ടാകണം. ആക്രമണങ്ങളെ ചെറുക്കുന്നതിനും തിരിച്ചടിക്കുന്നതിനും യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന രീതി സർവ്വസാധാരണമാണ്. എന്നാൽ ആണവായുധ പ്രയോഗങ്ങൾക്ക് വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് ഏറെ വെല്ലുവിളി ഉയർത്തുന്ന കാര്യമാണ്. യുദ്ധവിമാനങ്ങളിൽ നിന്നും അവ വഹിക്കുന്ന ആണവായുധങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. ലോകത്തെ ഒന്നാം നമ്പർ ആയുധശേഖര രാഷ്ട്രമായ അമേരിക്കയ്ക്ക് പോലും ഇത്തരം ദുരനുഭവങ്ങൾ പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴായി 32 അണുബോംബുകൾ അമേരിക്കയ്ക്ക് നഷ്ടമായിട്ടുണ്ട്. നഷ്ടപ്പെട്ടവയിൽ 6ഓളം എണ്ണം ഇതുവരെയും വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും മറ്റൊരു വാസ്തവമാണ്. ഇത്തരത്തിൽ വിമാനങ്ങളിൽ നിന്നും ആണവായുധങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ മറ്റ് 2 സംവിധാനങ്ങൾ കൂടി ഉരുത്തിരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ വ്യോമ, കര, സമുദ്രാന്തർ ഭാഗങ്ങളിൽ നിന്നും കൃത്യമായി ആണവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള സംവിധാനങ്ങൾ രൂപപ്പെട്ടു. ഈ സംവിധാനത്തെ ന്യൂക്ലിയർ ട്രയാഡ് അഥവാ ആണവത്രയം എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്ത് നിലവിൽ അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ എന്നീ 4 രാജ്യങ്ങൾക്ക് മാത്രമേ ന്യൂക്ലിയർ ട്രയാഡ് സ്വന്തമായുള്ളൂ. ന്യൂക്ലിയർ ട്രയാഡിലെ വ്യോമമാർഗ സംവിധാനമാണ് ബോംബർ വിമാനങ്ങൾ. ഇവ മാത്രം ഉപയോഗിച്ച് യുദ്ധ സാഹചര്യങ്ങളെ നേരിടുന്നതിന് പരിധിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ അമേരിക്കയും റഷ്യയും ആവിഷ്കരിച്ച മറ്റൊരു സംവിധാനമാണ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ. 2ാം ലോകമഹായുദ്ധകാലത്ത് ബാലിസ്റ്റിക് മിസൈൽ സ്വന്തമായി ഉണ്ടായിരുന്നത് ജർമ്മനിക്ക് മാത്രമായിരുന്നു. അന്ന് ജർമ്മനിയിൽ ഈ സംവിധാനം ഉരുത്തിരിച്ചെടുത്ത ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും ഒരു പരിധിവരെയുള്ള സഹായത്താലാണ് അമേരിക്കയും റഷ്യയും 2ാം ലോകമഹായുദ്ധാനന്തരം ഇത്തരം ബാലിസ്റ്റിക് മിസൈലുകൾ തങ്ങളുടെ രാജ്യത്തിനായി വികസിപ്പിച്ചെടുത്തത്. യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ധാരാളം ഗുണവശങ്ങളുണ്ട്. അവ ലോഞ്ച് ചെയ്യാൻ വളരെ കുറഞ്ഞ സമയം മാത്രം മതി എന്നതാണ് അതിൽ പ്രധാന കാര്യം. മറ്റൊരു നേട്ടം അവയുടെ വേഗതയാണ്. ലോഞ്ചിങ്ങിന് ശേഷം ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കാൻ ഇവയ്ക്ക് 30 മുതൽ 45 മിനിറ്റ് വരെ സമയം മാത്രം മതി. അതേസമയം വിമാനങ്ങൾക്ക് 10 മുതൽ 15 മണിക്കൂർ സമയം വരെ വേണ്ടിവരും. ICBM അഥവാ ഭൂഖണ്ഡാന്തര മിസൈലുകളെ തടുക്കാൻ ശത്രു രാജ്യങ്ങൾക്ക് വളരെ പ്രയാസമാണ്. കാരണം അവയുടെ അതിവേഗതയെ തടുക്കുക എന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ വിമാനങ്ങളെ വെടിയുതിർത്ത് വീഴ്ത്താൻ വളരെ എളുപ്പമാണ്. ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളിൽ വിമാനത്തെ പോലെ പൈലറ്റ് ഇല്ലാത്തതിനാൽ ജീവഹാനിക്ക് ഭീഷണിയാവുന്നില്ല. മാത്രവുമല്ല ICBM-ന് റൺവേ ആവശ്യമില്ലാത്തതിനാൽ അവയെ ശത്രു കണ്ണുകളിൽ നിന്നും നിഷ്പ്രയാസം എവിടെ വേണമെങ്കിലും ഒളിവിൽ സൂക്ഷിക്കാൻ കഴിയും. പലപ്പോഴും ഭൂഗർഭ അറകളിലാണ് അവ സൂക്ഷിക്കപ്പെടുന്നത്. അത്തരം അറകളിൽ നിന്ന് തന്നെ അവ ലോഞ്ച് ചെയ്യാനുമാകും. ഈ പ്രത്യേകതയാൽ എതിർപക്ഷക്കാർക്ക് അവ കണ്ടെത്താനോ നശിപ്പിക്കാനോ സാധിക്കില്ല. വൻ മിലിറ്ററി ട്രക്കുകളിൽ നിന്നും ട്രെയിനുകളിൽ നിന്നും വരെ ലോഞ്ച് ചെയ്യാവുന്ന മൊബൈൽ ICBM യൂണിറ്റുകൾ നിലവിലുണ്ട്. അവയുടെ സ്ഥാനം പലപ്പോഴും മാറ്റപ്പെടുമെന്നതിനാൽ അത്തരം മൊബൈൽ ICBM യൂണിറ്റുകളും കണ്ടെത്താനോ നശിപ്പിക്കാനോ ബുദ്ധിമുട്ടാണ്. ഇക്കാരണങ്ങളാൽ ആണവായുധ പ്രയോഗത്തിന് ഏറ്റവും ഉത്തമമായ ഉപാധിയാണ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ. കരയിൽ നിന്നും തൊടുത്തുവിടാവുന്ന ഇത്തരം ICBM സംവിധാനമാണ് ന്യൂക്ലിയർ ട്രയാഡിന്റെ 2ാമത്തെ വശം. ഇങ്ങനെ ഒരുപാട് ഗുണവശങ്ങൾ ICBM സംവിധാനങ്ങൾക്കുണ്ടെങ്കിലും ആണവായുധ പ്രയോഗത്തിനായി യുദ്ധവിമാനങ്ങൾ വിനിയോഗപ്പെടുത്തുന്നതിലും ചില ഗുണവശങ്ങളുണ്ട്. കാരണം ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഒരു രാജ്യം മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഒരു ആണവായുധ മിഷൻ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട സ്ഥിതിയുണ്ടായാൽ യുദ്ധവിമാനങ്ങളിൽ അത് നിഷ്പ്രയാസം സാധ്യമാകും. എന്നാൽ ICBM-കളിൽ ഒരിക്കൽ ലോഞ്ച് ചെയ്തു കഴിഞ്ഞാൽ മിഷൻ ഇടയ്ക്ക് വെച്ച് നിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വിമാനങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന ആണവായുധങ്ങൾ ആവശ്യാനുസരണം മാറ്റാനാകും. അതേസമയം ICBM-കളിൽ മുൻകൂട്ടി ലോഡ് ചെയ്ത ന്യൂക്ലിയർ വെപ്പൺ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അതിനാൽ തന്നെ ന്യൂക്ലിയർ ട്രയാഡിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ പോലെ തന്നെ പ്രധാനപ്പെട്ടവയാണ് യുദ്ധവിമാനങ്ങളും. ന്യൂക്ലിയർ ട്രയാഡിലെ 3ാമത്തെയും അതിപ്രധാനവുമായ വശമാണ് സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ അഥവാ SLBM-കൾ. അന്തർവാഹിനികളിൽ നിന്നും ലോഞ്ച് ചെയ്യാവുന്ന ഇത്തരം ബാലിസ്റ്റിക് മിസൈലുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമുണ്ട്. കാരണം ഇത്തരം മുങ്ങിക്കപ്പലുകൾ സമുദ്രത്തിനടിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ എത്ര നൂതന സാങ്കേതിക വിദ്യാ സഹായമുണ്ടെങ്കിലും അവയെ കണ്ടെത്താൻ കഴിയില്ല. ശത്രു രാജ്യത്തിന്റെ സമീപത്തുള്ള കടലിനടിയിലാണെങ്കിൽ പോലും അവ കണ്ടെത്താൻ ഏറെ പ്രയാസമാണ്. സബ്മറൈനുകൾ പ്രധാനമായും 2 തരത്തിലുണ്ട്.
അതിൽ ആദ്യത്തേത് ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡീസൽ പവേർഡ് സബ്മറൈനുകളാണ്. ഇവയ്ക്ക് സമുദ്രത്തിനടിയിൽ പ്രവർത്തിക്കാനുള്ള ബാറ്ററി ഡീസൽ ഉപയോഗിച്ച് ചാർജ് ചെയ്യണമെങ്കിൽ ഓക്സിജൻ സാന്നിധ്യമുള്ള ജലോപരിതലത്തിൽ എത്തേണ്ടതായുണ്ട്. അത്തരത്തിൽ അവ ചാർജ് ചെയ്യുന്ന വേളകളിൽ ശത്രു രാജ്യത്തിന്റെ നിരീക്ഷണ കണ്ണുകളിൽ അവ പെടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ തരം സബ്മറൈനുകൾ ന്യൂക്ലിയർ പവേർഡ് സബ്മറൈനുകളാണ്. ഒരു ന്യൂക്ലിയർ റിയാക്ടർ ആയിരിക്കും ഇത്തരം സബ്മറൈനുകളുടെ ഊർജ്ജ സ്രോതസ്. അവയ്ക്ക് ഡീസൽ സബ്മറൈനുകളെ പോലെ ചാർജ് തീരുമ്പോഴൊക്കെ ജലോപരിതലത്തിലേക്ക് ഉയർന്നു വരേണ്ട ആവശ്യമില്ല. അതിനാൽ തന്നെ മാസങ്ങളോളം വെള്ളത്തിനടിയിലായിരിക്കാൻ ഇവയ്ക്ക് കഴിയും. ഇവ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനാൽ തന്നെ ന്യൂക്ലിയർ ട്രയാഡിലെ ഏറ്റവും ഫലപ്രദമായ ആണവായുധ പ്രയോഗ മാർഗമാണ് ന്യൂക്ലിയർ സബ്മറൈനുകൾ. ഈ വിധത്തിൽ കര, വ്യോമ, സമുദ്രഭാഗങ്ങളിൽ നിന്നും ആണവായുധങ്ങൾ തൊടുത്തുവിടാനുള്ള ന്യൂക്ലിയർ ട്രയാഡ് സംവിധാനം സ്വന്തമായുള്ള രാജ്യങ്ങളെ പ്രകോപനപരമായി തൊടാൻ ഏതൊരു രാജ്യവും മടിക്കും. ഈ ന്യൂക്ലിയർ ട്രയാഡ് ഉള്ള രാജ്യം പൂർണ്ണമായി ആക്രമിച്ച് തകർക്കപ്പെട്ടാലും അവർക്ക് തിരിച്ചടിക്കാനാകുമെന്നതിനാൽ വൻ ശക്തികൾ പോലും അവർക്കെതിരെ ആക്രമണം മുതിർക്കും മുമ്പ് ഒന്നാലോചിക്കും. ആണവ പ്രതിരോധം എന്ന വാക്ക് ഒരു രാജ്യം ഉപയോഗിക്കുമ്പോൾ അതിന് പൂർണ്ണമായ മാനം കൈവരണമെങ്കിൽ ആ രാജ്യത്തിന് ന്യൂക്ലിയർ ട്രയാഡ് സംവിധാനം അത്യന്താപേക്ഷിതമാണ്. ഇന്ന് നിലവിൽ അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ ഈ സംവിധാനം നിലവിലുള്ളൂ. ഇന്ത്യയുടെ മിറാഷ്, ജംഗുവാർ, റാഫേൽ വിമാനങ്ങൾക്ക് ന്യൂക്ലിയർ അണുബോംബുകൾ വഹിക്കാൻ ശേഷിയുണ്ട്. അതുപോലെ തന്നെ കരയിൽ നിന്നും ഉതിർക്കാവുന്ന അഗ്നി പരമ്പരയിൽപ്പെട്ട ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾക്കും K4, K15 എന്നീ സബ്മറൈൻ ബാലിസ്റ്റിക് മിസൈലുകൾക്കും ആണവായുധങ്ങൾ വഹിക്കാൻ കെൽപ്പുണ്ട്. ഇവ മൂന്നും ചേർന്നതാണ് ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡ്. ഇന്ത്യയുടെയും ചൈനയുടെയും ആണവ നയപ്രകാരം ഈ ഇരു രാജ്യങ്ങളും മറ്റൊരു രാജ്യത്തിന്റെ മേൽ ആദ്യം ആണവായുധ പ്രയോഗം നടത്തില്ല. തങ്ങളുടെ നേരെ ആണവായുധ ആക്രമണം ഉണ്ടായാൽ മാത്രമേ ഇന്ത്യയും ചൈനയും അതേ രീതിയിൽ തിരിച്ചാക്രമണം നടത്തുകയുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടിയുണ്ട്. വൻ പ്രത്യാഘാത സാധ്യതയുള്ള ജൈവ രാസായുധങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും മറ്റു രാജ്യങ്ങൾ ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചാൽ ആണവായുധ പ്രത്യാക്രമണത്തിലൂടെ ഇന്ത്യ മറുപടി നൽകും. ഇന്ത്യയും ചൈനയും ഒഴിച്ചുള്ള മറ്റ് ആണവായുധ രാഷ്ട്രങ്ങൾ തങ്ങളുടെ ആണവായുധ നയത്തിൽ ഫസ്റ്റ് യൂസ് സാധ്യത നിലനിർത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതിൽ റഷ്യ തങ്ങളുടെ ആണവായുധ നയം കൂടുതൽ അനായാസകരമാക്കി തിരുത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറെ ആശങ്കകൾക്ക് കാരണമായി തീർന്നിരിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.